പരിശുദ്ധ സുവിശേഷം. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലേന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നൽ കിണർ പോലെ ആയിരുന്നു. വസ്ത്രം മഞ്ഞു പോലെ വെളുത്തതും. അവനെക്കുറിച്ചുള്ള ഭയനിമിത്തം കാവൽക്കാർ വിറവുകൊണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നെനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അറിയിച്ചിരുന്നതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. മിശിഹ മരിച്ചവരിൽ നിന്നും ഉത്ഥാനം ചെയ്തു. മിശിഹ മരിച്ചവരിൽ നിന്നും ഉത്ഥാനം ചെയ്തു. മിശിഹ മരിച്ചവരിൽ നിന്നും ഉത്ഥാനം ചെയ്തു. കുരിശിലേറിയവൻ മൃതനായി കബറടങ്ങിയവൻ കതിരുടയവനായി വീണ്ടും ഉയർത്തെഴുന്നേറ്റു. കുരിശിലേറിയവൻ മൃതനായി കബറടങ്ങിയവൻ കതിരുടയവനായി വീണ്ടും ഉയർത്തെഴുന്നേറ്റു. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. ഉത്ഥാനം ചെയ്ത നാഥൻ്റെ തിരുസാന്നിധ്യം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലും എല്ലാ സമയത്തും സജീവമായി നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ നാം ഇന്ന് പ്രധാന തിരുനാൾ ആരംഭിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പരിസമാപ്തി തോമസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം നൽകിക്കൊണ്ടാണ്. തോമസ് അപ്പോസ്തലനാണ് കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ ഏറ്റവും വലിയ സാക്ഷിയായിട്ട് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. അപ്പോസ്തലന്റെ തിരുനാൾ ആരംഭിക്കുന്ന ദിവസം കർത്താവിന്റെ ഹൃദയത്തിൽ തൊട്ട അപ്പോസ്തലന്റെ കരകളിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവരുടെ തലമുറക്കാരെന്ന നിലയിൽ, പുരുഷക്കാരെന്ന നിലയിൽ നമുക്ക് വലിയ അഭിമാനവും സന്തോഷവും ഈ ദിവസം പ്രദാനം ചെയ്യുന്നത്. ഉത്ഥാനം എന്നത് പീഡാനുഭവത്തിന്റെ തുടർച്ചയാണ്. പീഡാനുഭവത്തിലുടനീളം ഉത്ഥാനത്തിന്റെ സന്ദേശവും സുവിശേഷകന്മാർ നൽകിയിട്ടുണ്ട്. പീഡാനുഭവത്തിന്റെ ആരംഭം തുടങ്ങി ഉയർപ്പിന്റെ ദൂത് നൽകിക്കൊണ്ടാണ് വിവരണങ്ങൾ ആരംഭിക്കുന്നത്. ആ വിവരണങ്ങളുടെ ഉച്ചിയിലെത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സ് എത്തുന്നത് ഈ ദിവസത്തെ ഉയർപ്പ് വിവരണത്തോട് കൂടിയാണ്. നമുക്കിന്ന് പീഡാനുഭവ വിവരണത്തിലുടനീളം നൽകിയിരിക്കുന്ന ഉയർപ്പ് സന്ദേശം എന്ത് എന്ന് കാണുന്നതിനും ഉയർപ്പിന് ആദ്യ ശിഷ്യന്മാരുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിനും ഏതാനും സമയം പ്രാർത്ഥനാപൂർവ്വം ചെലവഴിക്കാം.
പീഡാനുഭവത്തിന്റെ ആദ്യ ഭാഗത്ത് പത്രോസിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് വേദപുസ്തകത്തിൽ നൽകിയിരിക്കുന്നത്. ഈശോ പത്രോസിനെ നോക്കി പത്രോസിന്റെ ഹൃദയത്തിന്റെ കാഠിന്യം മാറി, അവന്റെ ഹൃദയം ഒരുങ്ങി കണ്ണീർത്തുള്ളികളായി പുറത്തേക്ക് വന്ന് ഒരു പുതിയ പത്രോസ്, ക്രിസ്തുവിന് വേണ്ടി തുടിക്കുന്ന ഹൃദയത്തിന്റെ ഉടമയായ ഒരു പത്രോസ് അവിടെ രൂപപ്പെടുകയാണ്. അത് പുനരുദ്ധാനത്തിന്റെ ആദ്യ പടിയാണ്. ഒരു രൂപാന്തരീകരണം സംഭവിക്കുകയാണ്. രണ്ടാമത് അന്ത്യ അത്താഴമേശയിലേക്ക് എത്തുന്ന അവസരത്തിൽ കർത്താവ് എല്ലാ ശിഷ്യന്മാരോടും അത്താഴത്തിന് ശേഷം പറയുകയാണ്, എഴുന്നേൽക്കുകയും നമുക്ക് മുൻപോട്ട് പോകാം. എന്നിട്ടൊരു സ്തോത്ര ഗീതം ആലപിച്ചിട്ട് അവർ മുൻപോട്ട് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരും നമുക്ക് എഴുന്നേൽക്കാം ഈശോ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും നൽകിയ സന്ദേശമാണത്. നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങളിൽ നാം ചിലപ്പോൾ തളർന്ന് വീണു പോകാറുണ്ട്. ദുഃഖങ്ങൾ നമ്മെ വലയം ചെയ്യുമ്പോൾ അപ്പോൾ പീഡാനുഭവ രാത്രിയിലെ കർത്താവിൻ്റെ ഈ ആഹ്വാനം, എഴുന്നേൽക്കുകയും തളർന്നു പോകാതെ നിരാശരാകാതെ പ്രതീക്ഷയോടെ എഴുന്നേൽക്കുകയും എന്ന കർത്താവിൻ്റെ വാക്കുകൾ ദുഃഖവും നിരാശയും ഒക്കെ നമ്മളെ തളർത്തി കളയുന്ന കൂരിരുട്ടിന്റെ അനുഭവങ്ങളിലൂടെ പോകേണ്ടി വരുന്ന സമയങ്ങളിലെല്ലാം കർത്താവ് ഉയർപ്പിന്റെ ഈ ആഹ്വാനം നമുക്ക് നൽകുകയാണ്. എഴുന്നേൽക്കുകയും വരവിൽ നമുക്ക് മുൻപോട്ട് നീങ്ങാം, നമുക്കൊരു ഗീതം ആരംഭിച്ച് മുൻപോട്ട് നീങ്ങാം എന്ന കർത്താവ് നമ്മുടെ ജീവിതത്തെ അഭിമുഖീകരിച്ച് ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ, പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങാൻ നമുക്ക് ആഹ്വാനം നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണർന്നെഴുന്നേൽക്കാൻ വയ്യാത്ത വിധത്തിലുള്ള പ്രതിസന്ധികൾ നമുക്ക് അനുഭവപ്പെടും. അംനസ്റ്റി ഇന്റർനാഷണലിന്റെ ബുക്ക്ലെറ്റിന്റെ പേര് ദ മാച്ച് ബോക്സ് എന്ന തീപ്പെട്ടി. അവരാ പേര് സ്വീകരിക്കുന്നതിന് പിന്നിലൊരു സംഭവമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന നാളുകളിൽ ഭീകരമായ മാനസിക ശാരീരിക ക്ലേശങ്ങൾക്ക് വിധേയരായ പടയാളികൾ കടന്നിരുന്ന ഒരു ക്യാമ്പ്. തടവിലാക്കപ്പെട്ടിരുന്ന പടയാളികളിൽ ഒരാൾ വളരെയേറെ നിരാശയിലും ദുഃഖത്തിലും ഇങ്ങനെ രാത്രിയുടെ യാമങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. അർദ്ധരാത്രിയായപ്പോൾ കാവൽ നിന്നിരുന്ന ഒരു ഭടൻ ഇയാളുടെ വാതിൽക്ക് വന്ന് വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് ഒരു വലിയ കഷ്ണം റൊട്ടി എറിഞ്ഞു കൊടുത്തു നിലത്തേക്ക്. വിശന്ന് വലഞ്ഞിരുന്ന അയാൾ ആ റൊട്ടി കഷ്ണം എടുത്ത് ഭക്ഷിക്കുന്നതിന് വേണ്ടി കയ്യിലെടുത്തു. അതിൽ കയ്യിലെടുത്തപ്പോൾ അത് മുറിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു തീപ്പെട്ടി വെച്ചിരിക്കുന്നത് അയാൾ കണ്ടു. ആ മാച്ച് ബോക്സ് അയാൾ ഉടനെ പുറത്തേക്ക് എടുത്തു. അതിനകത്ത് ഒരു ചെറിയ വാക്ക് എഴുതിയിരുന്നു, കൊറാജിയോ, ഡോണ്ട് ഗീവ് അപ്പ്, ടേക്ക് ഹാർട്ട്, ബി കറേജിയസ്. നിരാശനാവരുത്, തളർന്നു പോകരുത്. ആ ഒരു ചെറിയ വാക്കാണ് അതിനകത്ത് എഴുതിയിരുന്നത്. അയാൾ അപ്പം ഭക്ഷിച്ചു. അയാളുടെ ജീവിതത്തിന് വലിയ ആത്മധൈര്യം ആ ചെറിയ വാക്കിലൂടെ ലഭിച്ചു. യുദ്ധം വളരെ വേഗം അവസാനിച്ചു. അയാൾ സ്വതന്ത്രനായി. അയാളുടെ ജീവിത കഥ അയാൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അതുപോലെ വധശിക്ഷയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഈ സമൂഹത്തിന് ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അവരതിന് ആഗോള പ്രസിദ്ധി നൽകുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ നിരാശാജനകമായ ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ അനേക സന്ദർഭങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അനേക വ്യക്തികളെ, ആ വിധത്തിലുള്ള ആളുകളെ ജീവിതത്തിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ അപ്പനും മകളും അമ്മയും മകനും അങ്ങനെ 4 പേര്. മകന് ഏകദേശം 17 വയസ്സ് പ്രായമുണ്ട്. ഓടിച്ചാടി വളരെ ഉല്ലാസമായിട്ട് കളിച്ച് നല്ല മിടുമിടുക്കനായിട്ട് ആരോഗ്യവാനായിട്ട് നടന്ന മകനാണ്. ആകസ്മികമായിട്ട് എന്തോ ഒരു രോഗം അവനെ തളർത്തി അവന്റെ ഒരു വശത്തിന് ശക്തി ഇല്ലാതെ പോയി.
അവര് ഇവിടെയും കേരളത്തിലും മാറി മാറി അനേക ചികിത്സകൾ നടത്തി. ആ കുടുംബത്തില് പുറമേ നിന്ന് നോക്കുന്നവർക്ക് അവരെ കുടുംബാംഗങ്ങളെ പുറത്തുനിന്ന് കണ്ടാൽ വലിയ സന്തോഷം ഉള്ള ഒരു കുടുംബമായിട്ട് നമുക്ക് തോന്നും. കുടുംബത്തിന്റെ ഉള്ളിലേക്ക് നാം പ്രവേശിച്ചു കഴിയുമ്പോഴാണ് എത്ര കനത്ത ദുഃഖമാണ് അവരുടെ ഹൃദയത്തിൽ അവര് സംഭരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മോട് സംസാരിക്കുമ്പോൾ അതെല്ലാം ഉരുകി ഉരുകി കണ്ണുനീർത്തുള്ളികളായി അപ്പൻ്റെ അമ്മയുടെയും കണ്ണുകളിലൂടെ താഴേക്ക് എത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിരാശയുടെ, കഠിനമായ വേദനയുടെ, ഒട്ടും മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന സന്ദർഭങ്ങളുണ്ടാകും. അപ്പോഴെല്ലാം കർത്താവ് നമ്മളോട് പറയുകയാണ്, എഴുന്നേൽക്കുക, നമുക്ക് ഉണർന്ന് എഴുന്നേൽക്കാം, നമുക്ക് മുൻപോട്ട് നീങ്ങാം, നമുക്കൊരു ഗീതം ആലപിക്കാം എന്ന് കർത്താവ് പറയുകയാണ്. കർത്താവ് ആലപിച്ച ഗീതം 113, 114, 115, 116 സങ്കീർത്തനങ്ങളാണ്. ഈ സങ്കീർത്തനങ്ങളാണ് പെസഹയുടെ രാത്രിയിൽ എല്ലാ യഹൂദരും ആലപിച്ചിരുന്നത്. ദൈവത്തിലുള്ള വലിയ പ്രത്യാശയുടെ സങ്കീർത്തനങ്ങളാണ് അതുകൊണ്ട്. കർത്താവിനുള്ള വലിയ ആശ്രയത്തിന്റെ, എന്നെ അവൻ ഉപേക്ഷിക്കുകയില്ല, എന്നെ കൈവിടുകയില്ല, അക്രമികളും ദുഷ്ടന്മാരും ശത്രുക്കളും എൻ്റെ ചുറ്റിലും ഒരുമിച്ച് ചേർന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ നല്ല ദൈവത്തിന് നന്ദി പറയും. ഈ ഗീതമാണ് കർത്താവ് ആലപിച്ചത്. നമ്മളോട് കർത്താവ് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളിൽ ഈ ഗീതം ആലപിക്കാൻ ആവശ്യപ്പെടുകയാണ്. വീണ്ടും വലതുവശത്ത് കിടന്ന ദുഷ്കർമ്മിയായ മനുഷ്യൻ അവനും ഉത്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് പീഡാനുഭവ രംഗത്ത് തന്നെ കടന്നു വന്നവനാണ്. അവൻ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. സെന്റ് അഗസ്റ്റിൻ പറയുന്നത് പോലെ ജീവിതകാലം മുഴുവൻ മോഷ്ടിച്ച അവൻ അവസാനം സ്വർഗവും മോഷ്ടിച്ചു. വലിയ പാപവും വലിയ ബന്ധനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഭാരമായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ചില വ്യക്തികളൊക്കെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും ചെറുപ്പത്തിലെ അനുഭവങ്ങൾ അവർക്ക് ഇപ്പോൾ 50, 60, 70 ഒക്കെ വയസ്സ് ആയി കാണും. പക്ഷെ ചെറുപ്പത്തിലുണ്ടായ ചില ദുരനുഭവങ്ങൾ, ബാല്യകാല അനുഭവങ്ങൾ, മാതാപിതാക്കളിൽ നിന്നൊക്കെ ലഭിച്ച ചില പ്രത്യേക തിക്തമായ അവഗണനകൾ, ഒരാളെ എപ്പോഴും പുകഴ്ത്തുകയും മറ്റാളുടെ നന്മകളൊന്നും പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ, കുഞ്ഞുങ്ങളെ തമ്മിൽ തരംതിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കുഞ്ഞു മനസ്സിൽ ഏൽക്കുന്ന വലിയ നൊമ്പരങ്ങൾ അത് ആയുഷ്കാലം മുഴുവനും ഇങ്ങനെ സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്ന വ്യക്തികൾ, ആയുഷ്കാലം മുഴുവൻ അതിന്റെ ഭാഗമായിട്ട്, അതിന്റെ ഫലമായിട്ട് ജീവിതത്തിന്റെ ഇളം പ്രായത്തിൽ തന്നെ തിന്മയിലേക്ക് അറിയാതെ തന്നെ വഴുതി വീഴേണ്ടി വരുന്നത് കൊണ്ട് പിന്നീടുള്ള കാലം അത്രയും പാപത്തിന്റെ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം വീണു പോകും. പിന്നെ പാപത്തിന്റെ ബന്ധനങ്ങളിലായിരിക്കുന്ന വ്യക്തികളുണ്ട്, തർക്കദോഷങ്ങളുടെ പിടിയിൽ അമർന്നു പോയിരിക്കുന്ന വ്യക്തികളുണ്ട്. വലതുവശത്തെ കുറ്റവാളിയെ പോലെ കഠിനമായ കുറ്റബോധം മനസ്സിൽ ചിലപ്പോൾ നമുക്ക് മൃതരായ നമ്മുടെ മാതാപിതാക്കന്മാരെ ഓർമ്മിക്കുമ്പോഴായിരിക്കും അവർക്ക് വേണ്ടി നാം ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നാം ചെയ്തു കൊടുത്തില്ല. ഭർത്താവിന്റെ അമ്മയ്ക്ക് അപ്പന്, അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയ്ക്ക് അപ്പന് അവർക്ക് അർഹമായ ആദരവും സ്നേഹവും ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അവരുടെ ജീവിതാന്ത്യം കുറെ കൂടി സമാധാനമുള്ളത് ആക്കി തീർക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. അങ്ങനെയുള്ള കുറ്റബോധങ്ങളൊക്കെ മനസ്സിൽ നിറച്ച് വ്യഥ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടാകും. അവർക്കെല്ലാം ഈ വലതുവശത്തെ വ്യക്തി ഉദ്ധാരത്തിന്റെ ഒരു സന്ദേശം തരുകയാണ്. എന്തെല്ലാം ഭാരം ജീവിതകാലം മുഴുവനും തിന്മയുടെ വഴിയെ നീങ്ങിയാലും കർത്താവ് നമുക്ക് പുതിയ ഒരു ജീവിതം തരും. പർദീസ നമുക്ക് വാഗ്ദാനം തരുകയാണ്. നാളെയല്ല, ഇന്ന് തരാമെന്നാണ് കർത്താവ്. ഇന്ന് നീ എന്നോടുകൂടി, ഇന്ന് നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, ഇന്ന് നിനക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു, ഇന്ന് നാം അത്ഭുതങ്ങൾ കണ്ടു. അങ്ങനെയാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാളെയല്ല, ഇന്ന് കർത്താവ് ഇന്ന് നമുക്ക് വലിയ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, പാപബന്ധനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് നൽകും. പത്രോസ്ലിഹായുടെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തില് നാശത്തിന്റെ അടിമകളായിരിക്കെ ഇവർ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യും. ഒരുവനെ എന്ത് കീഴ്പ്പെടുത്തുന്നോ അതിന്റെ അടിമയാണ്.
നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നവർ, പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കുന്നവർക്ക് മറ്റൊരു വ്യക്തിയെ പാപബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയുകയില്ല. കർത്താവ് പറഞ്ഞു ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തില്, ശവം എവിടെയുണ്ടോ അവിടെ കഴുകൻ ഓടിയെത്തുമെന്ന്. എന്റെ ഉള്ളിലുള്ള പാപം, നിങ്ങളുടെ ഉള്ളിൽ പാപം ഉണ്ടെങ്കിൽ നാം തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എന്റെ പാപം വേഗം നിങ്ങളുടെ പാപവുമായിട്ട് സൗഹൃദത്തിലാണ്. അങ്ങനെ നാം വേഗം പാപത്തിലേക്ക് വീണുപോകും. എന്റെ ഉള്ളിൽ പാപമില്ല എങ്കിൽ മറ്റൊരാളുടെ ഉള്ളിൽ പാപമുണ്ടെങ്കിൽ പോലും പാപത്തിൽ വീഴാതിരിക്കാൻ എനിക്ക് കഴിയും. പാപം പാപത്തോട് വേഗം കൂട്ടുകൂടും, തിന്മ തിന്മയോട് വേഗം കൂട്ടുകൂടും. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ആരെയും താഴ്ത്തിയും പോഴ്ത്തിയെന്ന് പറയില്ല, മദ്യം കഴിക്കുന്ന ആളുകള് ബസ്സിൽ ചിലപ്പോൾ കാണുന്നതാണ്. യാത്രയ്ക്ക് പോയ അവസരത്തിൽ ഒരു സമയത്ത് കോട്ടയത്ത് നിന്നും പാലായിലേക്ക് ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ 2 കുടിയന്മാര് അവര് ഫ്രണ്ടിലിരുന്ന് കുടി കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം സംസാരിച്ചു. ഒരാൾക്ക് തൊടുപുഴയ്ക്ക് പോകണം, വേറൊരാൾക്ക് ഈരാറ്റുപടിക്ക് പോകണം. പാല അടുത്തപ്പോഴേക്കും ഈരാറ്റുപടിക്ക് പോകേണ്ട ആള് തൊടുപുഴക്കാരോട് പറഞ്ഞു, നീ എന്റെ അനുജനാണ്, ഞാനിന്ന് നിന്നെ വിളിയല്ല, നീ എന്റെ അനുജനാണ്, ഇന്ന് പോകാൻ പറ്റില്ല. ഭയങ്കര സ്നേഹമായി അവരവിടെ പാലയിൽ തന്നെ 2 പേരെയും കൂടി ഇറക്കി നിർത്തി. 2 പേരും തമ്മിൽ, 2 പേരുടെ ഉള്ളിലുള്ള തിന്മ 2 പേരെയും വളരെ പെട്ടെന്ന് ഭയങ്കര ബന്ധത്തിലാക്കി. നീ എന്റെ അനുജനാണ്. വീട്ടിലെ സ്വന്തം ഭാര്യയോടും കുഞ്ഞുങ്ങളോടും കാണിക്കാത്ത സ്നേഹം പുറത്തുള്ള ആ വ്യക്തിയോട് വളരെ വേഗം അയാൾ കാണിക്കുന്നു. പാപം പാപത്തോട് കൂട്ടുകൂടുന്നു. പത്രോസ് പുസ്തകം പറഞ്ഞാൽ തന്നെയാണ്, ഭാവിയെ സ്വതന്ത്രനാക്കാൻ കഴിയുകയില്ല. ഒരു ജനത രക്ഷിക്കപ്പെടുന്നത് സ്വഭാവശുദ്ധിയുള്ള അവരുടെ സിദ്ധന്മാരെന്നാണ് ഡോക്ടർ രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ്, പറയുന്നുണ്ട്. സ്വഭാവശുദ്ധിയുള്ള നല്ല വ്യക്തികളാണ് കുടുംബങ്ങളെ രക്ഷിക്കുന്നത്, ഇടവകയെ രക്ഷിക്കുന്നത്, സമൂഹത്തെ രക്ഷിക്കുന്നത്. അവരിലൂടെയാണ് പുനരുത്ഥാനം നടക്കുന്നത്, അവരിലൂടെയാണ് ജീവിതത്തിലെ മാനസാന്തരം നടക്കുന്നത്. ജെറുസലം സ്ത്രീകള് കരയുന്നത് കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗമാണ്. മക്കളുടെ ദുഷ്കർമ്മങ്ങൾ ഓർത്ത് കരയുക, ഭർത്താവിന്റെ ദുഷ്കർമ്മങ്ങൾ ഓർത്ത് കരയുക, മക്കളും കരയണം. ഇക്കാലത്ത് നല്ല മാതാപിതാക്കളെ ലഭിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. 6-ാം പൗൾ മാർപ്പാപ്പ പറഞ്ഞു, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിനേക്കാളും ഏറെ വിഷമമാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല മാതാപിതാക്കളെ ലഭിക്കുക. മാതാപിതാക്കളുടെ തിന്മയോർത്ത് കുഞ്ഞുങ്ങൾ കരയണം, ദൈവസന്നിധിയിൽ കരയണം. അപ്പോൾ പുനരുത്ഥാനം ഉണ്ടാകും, മാനസാന്തരം ഉണ്ടാകും, മരണത്തിന്റെ വഴിയിൽ നിന്നും നന്മയുടെ വഴിയിലേക്ക് ഒരു മാറ്റമുണ്ടാകും. അതുപോലെ ഹെരോദസും പീലാത്തോസും ശത്രുതയിലായിരുന്നു. കർത്താവ് അവരുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ശത്രുതയുടെ കാഠിന്യം മാറി വേഗം അവര് മിത്രങ്ങളായി തീർന്നുവെന്ന് പീഡാനുഭവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും ഉയർപ്പിന്റെ ഒരു ഭാഗമാണ്. നാം ചിലപ്പോൾ നമ്മുടെ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നത് കഠിനമായ ശത്രുതയോട് കൂടിയാണ്, വലിയ ശത്രുതയോട് കൂടി. നാട്ടിലെ ഒരു പള്ളിയില് ഒരു പേരമ്മ പള്ളിയുടെ പുറകിൽ കാല് നീട്ടിയിരിക്കുകയാണ്. വേറൊരു പേരമ്മ പുറകിൽ നിന്ന് കുർബാന കൈക്കൊള്ളാൻ മുമ്പോട്ട് പോരുകയാണ്. കാല് നീട്ടിയിരിക്കുന്ന പേരമ്മയുടെ കാലില് തട്ടി കുർബാന കൈക്കൊള്ളാൻ വന്ന പേരമ്മ വീഴാൻ തുടങ്ങി. കുർബാന കൈക്കൊള്ളാൻ പോരുന്നതിന് പോകുന്ന വഴിക്ക് അപ്പോൾ തന്നെ പേരമ്മ നല്ല കടുപ്പമുള്ള ഒരു വാക്ക് ചോദിച്ചു, ഈ പള്ളി നിന്റെ കാർന്നൂർ പണിതാണ്, കാലിന് തിരിച്ചടിച്ചിരിക്കാൻ മടക്കടി കാല് എന്ന് പറഞ്ഞിട്ട് കുർബാന കൈക്കൊള്ളാൻ വന്ന് കുർബാന കൈക്കൊണ്ട് തീർച്ചയായിട്ടും കുർബാന കൈക്കൊണ്ട് താഴേക്ക് കാല് വയ്യാതിട്ടോ എന്തോ കാരണം കൊണ്ടോ നീട്ടിയിരുന്ന സ്ത്രീയുടെ അടുക്കൽ ചെന്നപ്പോൾ കോപത്തിന്റെ മുഖമായിരിക്കും കാണിച്ചിരിക്കുന്നത്. നമ്മളിൽ എത്രയോ പേര് നമ്മുടെ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ മനസ്സിൽ ശത്രുതയും വിദ്വേഷവും കോപവും പകയും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ ആലയത്തിലായിരിക്കുന്നു. നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമുണ്ട്. ക്ഷമിക്കുമ്പോൾ, സൗഹൃദത്തിലാകുമ്പോൾ, സ്നേഹപ്പോഴാണ് നാം പുനരുത്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് വരുന്നത്. ഉയർപ്പ് എന്ന് പറയുന്നത് ഹൃദയത്തിൽ നന്മ നിറയുന്നതാണ്. ഉയർപ്പ് എന്ന് പറയുന്നത് ഹൃദയത്തിലുള്ള തിന്മയെ കീഴടക്കുന്നതാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ നന്മകളും വന്ന് നിറയാൻ
ഹൃദയം തുറക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ തിന്മകളെയും പുറത്താക്കുന്നതിന് നമുക്ക് ശ്രദ്ധിക്കാം. ഗോഡ്സ്മിത്ത് എന്ന് പറയുന്ന ഇംഗ്ലീഷ് എഴുത്തുകാരൻ ദ മാൻ ഇൻ ബ്ലാക്ക് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ഒരു ലേഖനമുണ്ട്. നോവലിന്റെ ഒരു ആദ്യ രൂപമാണ്. കറുത്ത വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ. അയാൾ എപ്പോഴും പാവപ്പെട്ടവരെ കുറ്റം പറയും. അയാൾ പറയും, ദരിദ്രർക്ക് സംഭാവന ഒന്നും കൊടുക്കരുത്, ഭിക്ഷക്കാരായ ആളുകൾക്ക് യാതൊരു സഹായവും ചെയ്യരുത്, അവർ ജോലി ചെയ്യട്ടെ, ആരോഗ്യമുള്ളവർ പോയി അധ്വാനിക്കട്ടെ, മറ്റുള്ളവരെ ആശ്രയിച്ച് ഇത്തിരിക്കടികളായിട്ട് ജീവിക്കാൻ അവരെ അനുവദിക്കരുത്, നമ്മളെ സഹായിക്കരുത്. ഇങ്ങനെ എപ്പോഴും അയാളെ വിമർശിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പാവപ്പെട്ടവനെ കണ്ടു കഴിയുമ്പോൾ വിമർശിക്കുന്ന ഇയാൾ അറിയാതെ പോക്കറ്റിൽ കൈയിട്ട് ആ പാവപ്പെട്ടവനെ പണം എടുത്തു. രണ്ടുപേരും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ ഈ കറുത്ത വസ്ത്രധാരിയായ മനുഷ്യൻ ഏതാനും ആളുകൾ ഭിക്ഷക്കാരായ ആളുകളുടെ ഇടയ്ക്കിലേക്ക് വന്നപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കയ്യിൽ പോക്കറ്റിൽ കൈയിട്ടുണ്ടായ പണമെല്ലാം കുറച്ച് കൊടുത്തുകൊണ്ടിരിക്കും. ഒടുവിൽ ഒരു അമ്മയും സ്ത്രീയും ഒരു അമ്മയും കുഞ്ഞും ഇയാളുടെ മുമ്പിൽ വന്ന് കൈ നീട്ടുകയാണ്. കൈ നീട്ടിയപ്പോൾ ഈ കറുത്ത വസ്ത്രധാരിയുടെ പോക്കറ്റിൽ പിന്നീട് പണമൊന്നും ഉണ്ടായിരുന്നില്ല. ആ കുഞ്ഞിനെ അമ്മയെക്കാളും ദൈന്യതയോടെ ഇയാൾ അവിടെ നിൽക്കുകയാണ്. ഇതാണ് ഗോഡ്സ്മിത്ത് അവതരിപ്പിക്കുന്ന കറുത്ത വ്യക്തി. നമ്മളിൽ അനേകം ആളുകൾ വെണ്ണയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, പക്ഷെ നമ്മുടെ ഹൃദയങ്ങൾ കറുപ്പ് നിറഞ്ഞതാണ്. നമ്മൾ വെണ്ണയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, നമ്മുടെ ഹൃദയത്തിന്റെ മാലിന്യം നമ്മൾ മറച്ചു വയ്ക്കുന്നു. നമ്മുടെ ഹൃദയങ്ങൾ വെണ്മയുള്ളതാകട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് നന്മ ഒഴുകാൻ നാം തയ്യാറാകുമ്പോഴാണ് പുനരുത്ഥാനത്തിന്റെ വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഒരു ചിന്ത കൂടി പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഉയർപ്പിന്റെ പ്രഭാതത്തിലെ ശിഷ്യന്മാരെല്ലാവരുടെയും ആദ്യത്തെ പ്രതികരണം തോമസിൻ്റെതുപോലെ സംശയത്തിൻ്റെതായിരുന്നു. എല്ലാ ശിഷ്യരും സംശയിച്ചു. തോമസ് പ്രത്യേകമായിട്ട് സംശയിച്ച് മാറി നിന്നു. നമ്മുടെ ജീവിതങ്ങളിൽ പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്ന്, ശത്രുക്കളിൽ ഒന്ന് ഈ സംശയമാണ്. സംശയത്തെ നമുക്ക് എഴുതി തള്ളാം. ഭാര്യയോട് പറയാം, നീ ഒരു സംശയ രോഗിയാണ്. ഭർത്താവിനോട് പറയാം, നിങ്ങളൊരു സംശയ രോഗിയാണ്. ഞാനൊരു ദിവസം പാലായിരം പൊൻകുന്നത്തിലുള്ള ബസ്സിൽ കയറിയപ്പോൾ നന്നായിട്ട് മദ്യം കഴിച്ചിരിക്കുന്ന ഒരാൾ ബസ്സിലേക്ക് കയറി വന്ന് പറഞ്ഞു, നിറച്ച ആളുകളുണ്ട്, ഞാനൊരു മദ്യപാന രോഗിയാണ്, എനിക്ക് ഇരിക്കാൻ അല്പം ഇടതരണം. ഞാനൊരു മദ്യപാന രോഗിയാണ്, ആരെങ്കിലും ഇരിക്കാൻ ഇടതരണം. നമ്മൾ ആരും പിടിച്ച് അയാളെ രോഗിയാക്കിയതുപോലെയാണ്. അയാളെ നിരന്തരമായിട്ട് കുടിച്ച് എഴുതി നിൽക്കാൻ വയ്യാതെയായി. മദ്യപാന രോഗമാണെന്ന് പലർക്കും എഴുതി വെച്ചിരിക്കുന്ന ആൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ മദ്യപാന രോഗിയാണ്, എൻ്റെ ഭാര്യ ഒരു സംശയ രോഗിയാണ്, എൻ്റെ ഭർത്താവ് ഒരു സംശയ രോഗക്കാരനാണ്. അങ്ങനെ പറഞ്ഞ് നമുക്ക് എഴുതി തള്ളാം. അങ്ങനെ നാം തള്ളരുത്. കർത്താവ് അങ്ങനെയല്ല ചെയ്തത്. കർത്താവ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, തോമസ് നീ വരും, നീ എൻ്റെ ഹൃദയത്തിൽ ഒന്ന് തൊട്ട് നോക്കും. ഒരു ഭർത്താവിന് ധൈര്യം ഉണ്ടാകണം. ഹൃദയം തുറന്ന് നീ നോക്കൂ, ഈ ഹൃദയത്തില് നീ അല്ലാതെ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു ഭാര്യയ്ക്ക് ധൈര്യം ഉണ്ടാകണം. കർത്താവ് പറഞ്ഞതുപോലെ, തോമസ് നീ അടുത്ത് വരും, നീ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കൂ, നീ അല്ലാതെ മറ്റൊരാള് എൻ്റെ ഹൃദയത്തിലുണ്ടോ എന്ന് നീ നോക്കൂ. നാം ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നതൊരു സത്യമാണ്. ഞാനൊരു ദിവസം കോളേജിലായിരിക്കുമ്പോൾ ഒരു പ്രഭാതത്തില് രാവിലെ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു, കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. ഞാനിന്നൊരു കൊലപാതകം നടത്താൻ പോവുകയാണ്, ഫാദറിന്റെ അനുഗ്രഹം വേണമെന്ന്, അനുവാദം വേണമെന്ന് അവൾ പറയുകയാണ്. ഞാനത് ചെയ്തേ അടങ്ങുകയുള്ളൂ. ഞാൻ ചോദിച്ചു, എന്താണ് നിനക്ക് സംഭവിച്ചത്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഇന്നലെ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ കൂടെ ജ്യേഷ്ഠതി താമസിക്കുന്ന വീട്ടില് ആയിരുന്നു. പക്ഷെ രാത്രിയില് എന്നെ ഉപദ്രവിക്കുന്നതിന് എൻ്റെ ജ്യേഷ്ഠൻ ശ്രമിച്ചു. എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഞാൻ അയാളെ കൊല്ലും. അയാളെ എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. നാം എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നു. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ണടച്ച് വിശ്വസിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നു. ഈ അമേരിക്കയിലുള്ള എൻ്റെ സ്റ്റുഡന്റിന്റെ മകള് അവളോട് ചോദിച്ചു, മമ്മിക്ക് ഇതുവരെയും കാര്യങ്ങളൊന്നും തിരിച്ചറിയാനുള്ള വിവേകമില്ലേ? ഞാൻ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? ആ മകൾ രോഗിണിയായതിനു ശേഷം മാത്രമാണ് ആ കുടുംബത്തിൽ നടന്ന കാര്യങ്ങൾ. രാത്രിയിൽ ഡ്യൂട്ടിക്ക് പോകുന്നു, പകൽ ഉറങ്ങുന്നു. അപ്പനും മകളും തമ്മിൽ എന്താണ് ബന്ധം?
അപ്പന്റെ കയ്യിൽ മകൾ സുരക്ഷിതയാണ്. ഇക്കാര്യങ്ങളൊക്കെ അമ്മ അറിയേണ്ടതല്ലേ? മകൾ ചോദിച്ചു. അമ്മയ്ക്ക് എന്തുകൊണ്ട് ഇത് അറിയാൻ കഴിഞ്ഞില്ല? അമ്മയ്ക്ക് എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? തീർച്ചയായിട്ടും നാം കണ്ണടച്ചാരെയും വിശ്വസിക്കരുത്, ശിഷ്യന്മാരും വിശ്വസിക്കില്ല. ധൈര്യമായിട്ട് പറയാനുള്ള ആജ്ഞാശക്തി കർത്താവിനുണ്ടായിരുന്നു. അടുത്തു വരുവിൻ, എന്റെ ഹൃദയം തുറന്നായിരിക്കുന്നത്. ഒരു ഭർത്താവിന്റെ ഹൃദയത്തിലും അടഞ്ഞ ഒരു മേഖല ഉണ്ടാകാൻ പാടില്ല. ഒരു ഭാര്യയുടെ ഹൃദയത്തിലും അടഞ്ഞ ഒരു മേഖല ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ഹൃദയങ്ങള് ദാമ്പത്യ ജീവിതത്തിന് തടസ്സം വരുത്തും. നമ്മുടെ ഹൃദയങ്ങള് ഈ ഉദ്ധാരണത്തിന്റെ ദിവസം കർത്താവ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശങ്ങളിൽ ഒന്ന്, എല്ലാ ഭാര്യമാരുടെയും തീവ്രമായ ആഗ്രഹങ്ങളിൽ ഒന്ന്, ഞാൻ ഏറ്റവും നല്ല അർത്ഥത്തിലാണ് പറയുന്നത്, ഫിസിക്കൽ സെൻസിലല്ല, ഭർത്താവിന്റെ ഹൃദയം ഒന്ന് കാണാം. എല്ലാ ഭർത്താക്കന്മാരുടെയും ആഗ്രഹം അതാണ്. ആദ്യ നാളുകളിൽ പറയും, അന്യപുരുഷന്മാരുടെ ബോധം നോക്കിയിട്ടുണ്ടെന്ന് ഞാൻ ഒന്നുമില്ല, അങ്ങനെ പറയും. എല്ലാ ഭർത്താക്കന്മാരുടെയും ആഗ്രഹം അതാണ്, ഭാര്യയുടെ ഹൃദയത്തിൽ മറ്റൊരാളില്ല എന്ന്. കർത്താവ് പറഞ്ഞു, എന്റെ ഹൃദയം നിങ്ങൾ കാണും. കർത്താവിന്റെ ഹൃദയം തുറന്ന് കാണിക്കാൻ മാത്രം കർത്താവിന് ആർജവത്വം ഉണ്ടായി, സത്യസന്ധതയുണ്ടായി, നൈർമല്യമുണ്ടായി, വിശുദ്ധിയുണ്ടായിരുന്നു. എല്ലാം നിറഞ്ഞ ആ ഹൃദയം അതൊരു സ്നേഹം മാത്രമാണ്, നന്മ മാത്രമാണ് എന്ന് കാണാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞു. അപ്പോസ്തലൻ വിരലുകൊണ്ട് ആ ഹൃദയത്തിൽ തൊട്ടു. നമ്മുടെ ഹൃദയത്തിന് ചുറ്റിലും മതിൽ കെട്ടരുത് ആരും, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ ഹൃദയത്തിന് ചുറ്റും മതിൽ കെട്ടരുത്. മതിൽ കെട്ടുമ്പോൾ പുനരുദ്ധാരത്തിൽ നിന്നും നാം അകന്നു നിൽക്കുകയാണ്. നമുക്ക് പുനരുദ്ധാരത്തിന്റെ വലിയ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ഹൃദയത്തിന് ചുറ്റും കിട്ടിയിരിക്കുന്ന മതിൽക്കെട്ടുകളൊക്കെ അഴിക്കാം, നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കാം. അതോടുകൂടി കർത്താവ് അനുഭവിച്ച വലിയ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളും നാം പ്രവേശിക്കും. ഉദ്ധാനത്തിന്റെ യേശു കർത്താവിന്റെ തിരുവിലാവിൽ തുടർന്നതിന് ഭാഗ്യം ലഭിച്ച തോമസ് സംസ്ഥാനം വഴി നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.